വെൽക്കം ബാക്ക് ടു കുതുമി. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊരു നത്തൽ വെച്ചിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ അതിലേക്കുള്ള മസാല നമുക്കൊന്ന് ഇതാക്കി എടുക്കാം കേട്ടോ. അപ്പൊ അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ നത്തൽ എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക കമന്റ് ചെയ്യട്ടോ. മഞ്ഞപ്പൊടി, പാകത്തിന് ഉപ്പ്. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഒരു 5-10 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പൊ നമ്മൾ ഇനി മസാല തേച്ച് വെച്ച മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മള് ഫിഷ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷൊക്കെ നന്നായി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫിഷ് ബാക്കിയുള്ളതും ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതും കൂടി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മളെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളെ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇഞ്ചിയൊക്കെ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കാന്താരി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി കാന്താരി ഒക്കെ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, കുറച്ച് ഉപ്പ് എന്നിവ ഇട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മള് മസാല ഒക്കെ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മള് മസാല ഇവിടെ നന്നായി കുറുകി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് ചൂട് തണിഞ്ഞിട്ട് നമുക്കൊരു കുപ്പിയിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളെ കിട്ടിലും നെത്തല് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ കുക്ക് വിത്ത് മീ. ബൈ ബൈ.